നോക്കൂ, ഈ സമരത്തിൽ, ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന LDFനും രാഷ്ട്രീയമായ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്ന് മാത്രവുമല്ല, ഈ സമരത്തോട് സർക്കാരും ഭരണമുന്നണിയും സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിന് നമ്മളൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ് ഉള്ളത്. അപ്പോൾ അതിന് ഒരു വലിയ വില നൽകേണ്ടി വരും എന്ന് ആശങ്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. നമുക്കറിയാമല്ലോ, ഈ സംസ്ഥാനത്ത് ആകപ്പാട് 26,125 ആശാവർക്കർമാരാണുള്ളത്. വളരെ ചെറിയൊരു തൊഴിൽ സേനയാണത്. നമ്മളവരെ ആദ്യം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു തൊഴിൽ സേന എന്നുള്ള നിലയ്ക്കല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു വേതന വ്യവസ്ഥയും അവർക്ക് ബാധകമാകാതിരുന്നത്. അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഓണറേറിയമാണ്. തുടക്കത്തിൽ അത് 2 മണിക്കൂറുള്ളൊരു സർവീസായിരുന്നു. അപ്പോൾ അന്ന് 2 മണിക്കൂർ നമ്മൾ ഇൻസെൻറ്റീവ് കൊടുത്തു. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് 12 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുണ്ടെന്ന് പറയുന്നു. ചില ദിവസങ്ങളിൽ അവരുടെ ജോലി 16 മണിക്കൂർ വരെ ആകും എന്നും പറയുന്നു. അപ്പോൾ അവർക്ക് എന്ത് വേതനമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കണക്ക് വളരെ വ്യക്തമാണല്ലോ. 232 രൂപയാണ് നമ്മൾ ഒരു ദിവസം ഒരു ആശാവർക്കറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 232 രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 13,500 രൂപയാണ് ഒരു മാസം ഒരു ആശാവർക്കറിന് കിട്ടുന്നത്. അത് 21,000 രൂപയായി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം. അതായത് ഒരു ദിവസം 700 രൂപ ഞങ്ങൾക്ക് ലഭിക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ആശാവർക്കർമാർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രായാധിക്യത്താൽ ആരും നോക്കാനില്ലാതെ കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ അവസ്ഥ എന്താണ് എന്ന് സർക്കാരിനെ അറിയിക്കുന്നത് ആരാണ്? ആശാവർക്കർമാരാണ്. നമ്മുടെ സംസ്ഥാനത്ത് പരിസര മലിനീകരണം സംഭവിക്കുന്നുണ്ടോ? നമ്മളുടെ സംസ്ഥാനത്ത് ശുചിത്വം കൃത്യമായി പാലിക്കുന്നുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് ഗർഭിണികളാക്കപ്പെട്ട സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് കൃത്യമായി വൈദ്യസഹായം ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ പാലിയേറ്റീവ് ആയിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ അടിസ്ഥാനപരമായ ആരോഗ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാരെന്ന് പറയുന്നത്. ഇവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ആരോഗ്യ നയം പോലും സ്വരൂപിക്കുന്നത്. ആ അർത്ഥത്തിൽ പ്രാഥമികവും എന്നാൽ വളരെ പ്രധാനവുമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു തൊഴിൽ സേനയോട് നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. ഒരാൾക്ക് 232 രൂപ കൊടുത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടേത്. അപ്പോൾ ആ പൈസയുടെ മാത്രം പ്രശ്നമല്ല, ഏത് തരത്തിലുള്ള സേവനം ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ ഈ രീതിയിൽ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇപ്പോൾ അവരൊരു സമരത്തിലേക്ക് വന്നു. ആ സമരത്തെ ആദ്യം മുതൽ തന്നെ സർക്കാർ ഏതൊക്കെയോ മേഖലകളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഗൂഢാലോചനകളുടെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള വിഭാഗമാണ് ഇവരെന്നുള്ള സമീപനം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആദ്യം മുതൽ തന്നെ ഒരു ഗൂഢാലോചന ഈ സമരത്തിന് പിന്നിലുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു. ഇപ്പം നമ്മുടെ ബാലഗോപാൽ ആദ്യം പറഞ്ഞത് എന്താ? കുത്തി ഇളക്കി വിട്ട സമരം എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇങ്ങോട്ടേക്ക് എല്ലാ നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. SUCIക്കാരാണ് ആദ്യം ഈ സമരത്തിന് പിന്നിലുള്ളത് എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് SDPIയും ജമായത്തും ഇളക്കി വിട്ടിരിക്കുന്ന സമരമാണിതെന്ന് പറയുന്നു. അതുകൂടാതെ ഏറ്റവും അവസാനം നമ്മൾ കേട്ടത് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്ലേ ആണ് ഇത് എന്ന് പറയുന്നു. നോക്കൂ, ഈ സമരത്തിൻ്റെ പിന്നിലെ ഗൂഢാലോചന അവിടെ നിൽക്കട്ടെ, മറിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ, മറിച്ച് ഈ സമരം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ വളരെ പ്രധാനമല്ലേ? നമ്മളൊരു സമരത്തെ സമീപിക്കുന്നത് എങ്ങനെയാണ്? ആ സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടല്ലേ. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഞാൻ LDFനെ ഒട്ടും തന്നെ കുറച്ച് കാണുന്നില്ല. കാരണം ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച സമീപനം എടുത്തിട്ടുള്ള ഭരണ മുന്നണിയാണ് LDF എന്ന കാര്യത്തിൽ ആർക്കാ സംശയം? ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓണറേറിയം തുകയിലേക്ക് അവരുടെ ഈ പറയുന്ന വേതനം എത്തിച്ചതിനകത്ത് LDF സർക്കാരുകൾക്ക് ഒരു വലിയ റോളുണ്ട്. അപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ സമരത്തോട് ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഏത് സമരവും രാഷ്ട്രീയമായി ആളുകൾ ഉപയോഗിക്കുന്നേ, ഒരു സംശയവും ആ കാര്യത്തിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. ആ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ റോഡിലേക്ക് ഇറങ്ങുന്ന ചെയ്യുന്ന സമരത്തിനൊക്കെ പിന്തുണ പ്രഖ്യാപിക്കാൻ ധാരാളമായ രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. നിങ്ങൾ പരിശോധിക്കേണ്ടത് ഈ സമരത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ നമുക്ക് പരിഗണിക്കാവുന്നതാണോ അല്ലയോ എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഗൂഢാലോചനയുടെ തിയറി പറഞ്ഞുകൊണ്ട്, ഒരു കോൺസ്പിറസി തിയറി പറഞ്ഞുകൊണ്ട് ഇതിനോട് വളരെ വിമുഖതയോടുകൂടി സമീപനം സ്വീകരിക്കുന്നത്. നോക്കൂ, ഈ 26,125 ആശാവർക്കർമാർ, അതിൽ 500 പേരെ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ എന്ന് പറയുന്നു. എന്തൊക്കെ പരിപാടികളാണ് ഇതിനിടയിലൂടെ ആസൂത്രണം ചെയ്തത്? ആ സമരത്തെ പൊളിക്കാൻ ശ്രമിക്കുന്നു. അതിന് മുന്നിൽ നിൽക്കുന്ന ആരാണ്? ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണ്. CITU പോലൊരു സംഘടനയാണ് അത് പൊളിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഉപരോധം നടക്കുന്നതിൻ്റെ ദിവസം തന്നെ സംസ്ഥാനത്തുടനീളം പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഈ രീതിയിലൊക്കെയാണ് ഇതിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതൊക്കെ വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയും വളരെ നെഗറ്റീവായൊരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമരത്തിൽ 500 പേരെ ഉള്ളൂ എന്നിരിക്കട്ടെ, ഒരു തൊഴിൽ സേന മൊത്തത്തിൽ സമരം ചെയ്തിട്ടുള്ള ഒരവകാശവും കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കരിങ്കാലികൾ എന്നൊരു പ്രയോഗം തന്നെ കേരളത്തിലുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രയോഗിക്കുന്നത്? ഒരു സമരത്തിന് ഇറങ്ങി ചെല്ലും, അപ്പോൾ കുറേ പേര് സമരത്തിന് വരത്തില്ല. പക്ഷേ ഈ സമരത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നേട്ടം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാശായി പോക്കറ്റ് വാങ്ങിച്ചു വയ്ക്കുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ആളുകളും ഉണ്ടാകും. പക്ഷേ എപ്പോഴും ഒരു തൊഴിൽ സേന ഒന്നടങ്കം സമരം ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പം ഇതൊരു ചെറിയ തൊഴിൽ സേനയാണ്, ഇതൊരു വോട്ട് ബാങ്ക്
ബാങ്കുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ NGO യൂണിയൻ സമരം ചെയ്തിട്ടില്ലേ? NGO അസോസിയേഷൻ സമരം ചെയ്തിട്ടില്ലേ? അവരൊക്കെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിട്ടില്ലേ? ഇനി സമരം ചെയ്തില്ലെങ്കിലും സമ്മർദ്ദത്തിലാക്കി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പോൾ ആ രീതിയിൽ സംഘടിതമായ തൊഴിൽ ശക്തികൾ സമരം നടത്തുമ്പോൾ അതിനു മുമ്പിൽ കീഴ്പ്പെടുന്ന സർക്കാരുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ സമരങ്ങൾ പോലെയല്ല ഈ സമരം. ഇതൊരു ചെറിയ വിഭാഗമാണ്. അതുകൊണ്ട് ഇവരോട് ഈ രീതിയിലൊക്കെ പെരുമാറാൻ കഴിയുമെന്നൊരു ധാർഷ്ട്യം സർക്കാരിനുണ്ടാകുന്നത് നല്ലതാണോ? ഒരു ഗൂഢാലോചന സിദ്ധാന്തം ആരോപിച്ചുകൊണ്ട് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ കൃത്യമായ ശമ്പള പരിഷ്കരണം നടപ്പാക്കാറുണ്ടല്ലോ. എന്തിനാ ഈ എല്ലാ 5 വർഷവും കൃത്യമായ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൽ ഈ വിലയൊക്കെ കൂടുന്നതുകൊണ്ട് ആ വില സൂചികയ്ക്കനുസരിച്ച് നമ്മളുടെ പർച്ചേസിംഗ് പവർ കൂട്ടണം, നമ്മളെ അതിനായി എക്വിപ്പ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ശമ്പള പരിഷ്കരണം നടത്തുന്നത്. ഈ ശമ്പള പരിഷ്കരണം നടത്തിയില്ലെങ്കിൽ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? സർക്കാരിനെ ചലിപ്പിക്കത്തില്ല ഇവിടുത്തെ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന വിഭാഗം അല്ലേ. ഈ കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ ശമ്പള പരിഷ്കരണം നടത്തിയായിരുന്നല്ലോ. ഇനിയിപ്പം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2002 ആന്റണി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആന്റണിക്ക് വലിയ പിന്നെ എന്താ പറയുക, ഒരു ദ്രോഹം ചെയ്തൊരു പ്രസ്താവനയായിപ്പോയി. അത് വലിയ തിരിച്ചടി ഉണ്ടായൊരു പ്രസ്താവനയായിപ്പോൾ. എന്താണെന്നറിയാമോ? 200 ദിവസം ജോലി ചെയ്തിട്ട് 365 ദിവസം ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞു. ആരെയാണ് ഉദ്ദേശിച്ചെന്ന് അറിയാമല്ലോ? അധ്യാപകരെയൊക്കെ അടക്കമുള്ള വിഭാഗങ്ങളെ ഉദ്ദേശിച്ച്. 2 മാസം വേനൽ അവധിയുണ്ട്, പിന്നെ കൃത്യമായിട്ട് പിന്നെ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട്, ഓണം വെക്കേഷൻ ഉണ്ട്, ഇത് കൂടാതെ ആഴ്ചയിൽ 2 ദിവസം അവധിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 365 ദിവസം ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത്തരത്തിലുള്ള സംഘടിത ശക്തികൾക്ക് എപ്പോഴും സർക്കാരിനെ അവരുടെ ചൂണ്ടുവിരലിൽ നിർത്താൻ കഴിയുന്നുണ്ട്. ഇതൊരു പാവപ്പെട്ട തൊഴിലാളി വിഭാഗമാണ്, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഇൻസെൻറ്റീവും ഓണറേറിയവും വാങ്ങിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ പ്രശ്നം വളരെ ജെന്യൂനാണ്. അതിന് പിന്നെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് അവരോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് ഒട്ടും തന്നെ പക്വതയുള്ളൊരു സമീപനമായിട്ട് ഞാൻ കാണുന്നില്ല. പ്രധാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ ഈ പറയുന്ന കോവിഡ് കാലത്ത് വലിയ രീതിയിൽ അംഗീകാരം നേടിയ ആളുകളാണല്ലോ നമ്മുടെ ഈ ആശാവർക്കർമാരെന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭാഗത്തെ വലിയ രീതിയിൽ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചുകൊണ്ട് പ്രകടനപത്രികയിൽ 700 രൂപയാക്കുമെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് ഓണറേറിയം തന്നാലേ നമുക്ക് കൂട്ടിക്കൊടുക്കാൻ കഴിയൂ, അങ്ങനെയുള്ള സാങ്കേതികത്വം ഒന്നും അല്ല പറയേണ്ടത്. നമ്മൾ കേരളം വേറൊരു മാതൃകയാണ്. ഇപ്പോൾ 1957 അധികാരത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭൂപരിഷ്കരണം നടപ്പാക്കിയില്ലേ? എന്നിട്ട് ആദ്യമായിട്ട് കുടിയാന്മാർക്ക് കുടിയടപ്പ് അവകാശം നൽകിയില്ലേ? കൃഷിക്കാർക്ക് കൃഷിഭൂമി നൽകിയില്ലേ? ആ രീതിയിൽ വലിയ മാതൃകയായിട്ടുണ്ട് കേരളം എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് തൊഴിൽ പിന്നെ കൂലി ഉറപ്പ് നൽകിയില്ലേ? ആ രീതിയിൽ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ് നമ്മൾ. നമുക്ക് കൃത്യമായി പ്രകടനപത്രികയിൽ പറഞ്ഞിരുന്നല്ലോ 700 രൂപ കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കറിയില്ലേ ഈ സാങ്കേതികത്വം? എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ആളുകൾ അംഗീകരിക്കും, അതിൻ്റെ ഭാഗമായിട്ടൊരു തുടർഭരണവും ഉണ്ടായി. ആ കാലത്ത് നന്നായി പണിയെടുത്തിട്ടുള്ള ലോക ആരോഗ്യ സംഘടന വരെ അംഗീകരിച്ച വിഭാഗമല്ലേ ആശാവർക്കർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുന്ന സിദ്ധാന്തത്തെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതാ തെരുവിലിറങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടൊരു സമരമാണിത്. 232 രൂപയിൽ നിന്ന് അവരാവശ്യപ്പെടുന്നത് ഒരു ദിവസം 700 രൂപയാണ്. അവരുടെ പണി അത്രയും ഉണ്ട്. ആ രീതിയിലാണ് അവർ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ തന്നെയും വളരെ പ്രായാധിക്യമുള്ള ആളുകളുമാണ്. നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക, പിന്നെ അവരെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഒരു നല്ല ജനാധിപത്യ സമൂഹമായി നമുക്കുണ്ട്. അതിനോട് വളരെ പോസിറ്റീവായ സമീപനം സർക്കാർ എടുക്കണം. ഈ ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ മാറ്റിവെച്ചിട്ട് ആ പാവപ്പെട്ട സ്ത്രീകളോട് കാരുണ്യം കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അല്ലാത്ത പക്ഷം അത് ഒരു രാഷ്ട്രീയ വീഴ്ചയായി കൂടി മാറും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷമാണ്. ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ സമരത്തെയൊക്കെ നോക്കിക്കാണുന്നുണ്ട്. തുടർ സമരങ്ങളൊക്കെ ഇനി ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകും. ഇപ്പോൾ അംഗനവാടി ജീവനക്കാരുടെ സമരം ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ രാഷ്ട്രീയമായ അഭിപ്രായം CPM പറയുന്നുണ്ട്. പ്രശ്നം ഈ സമീപനം ശരിയാണോ അല്ലയോ എന്നുള്ളത് ഭരണമുന്നണി എന്നുള്ള നിലയ്ക്ക് LDFും ഭരിക്കുന്ന സർക്കാരും ആലോചിക്കേണ്ടതുണ്ട്. ഇത് ഒരു ചെറിയ സമരമാണെങ്കിൽ കൂടിയും ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം, രാഷ്ട്രീയ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.